ബെൽസാരി വില്ലേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. കസോളൊക്കെ ഉണ്ടോ ഇനി ഇറങ്ങാൻ പോകുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡും റൂമും കിട്ടും. മലയാളത്തിന് റൂം കൊടുക്കില്ലായിരുന്നു, ഇപ്പം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. മലയാള മുകളിൽ നിന്ന് ലാവ ഉണ്ട്, അതിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ചൂട് വെള്ളമാണ് കേട്ടോ ഇത്. ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇതാ നമ്മളെ ഹോം സ്റ്റേയിൽ നിന്ന് ബെൽസാരി വില്ലേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. കസോളൊക്കെ ഉണ്ടോ ഇനി ഇറങ്ങാൻ പോകുന്നത്. ഇനിയിപ്പം വീടും ഇവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് ഇറങ്ങണം. പിന്നെ ചേട്ടാ ഇറങ്ങട്ടെ, ആയിക്കോട്ടെ. ഈസി ഇല്ലേ? എന്നാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാലേ നമ്മുടെ റൂമിനോട് അങ്ങനെ വീടിനോട് 2 ദിവസം താമസിച്ച വീടിനോട് യാത്ര പറഞ്ഞ് ഇതാ വില്ലേജ് വഴി നമ്മൾ എവിടെ മണാലി എത്തി. അവിടെ നിന്ന് വേണം ബസ് കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഷോർട്ട് കട്ട് കേട്ടോ അത്. വഴികളൊന്നും അങ്ങനെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ചെറിയ വഴി ആയതുകൊണ്ട്. ഇപ്പം വഴി കിട്ടി, റോഡിലെത്തിയിട്ടുണ്ട്. നമ്മൾ വില്ലേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ടൗണിലേക്ക് എത്തിയിട്ടോ. നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അതിന് മുമ്പ് ഒരു ബ്രിഡ്ജ് കണ്ടിട്ടുണ്ട്, അവിടെ നിന്ന് പോയിട്ടൊന്ന് നോക്കണം. ടിബറ്റൻ ഫ്ലാഗ് എല്ലാം ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ റെയിലൊക്കെ എടുക്കുന്നൊരു ബ്രിഡ്ജാണ്. അവിടെ നിന്ന് പോയിട്ട് നോക്കണം. എന്നിട്ട് നേരെ ബസ് കയറിയിട്ട് കസലിൽ പോകണം. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ മണാലിയിലെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് നമ്മളെ മണികരൻ കസോൾ ബസ് നോക്കണം. ഇതാട്ടോ ബസ് സ്റ്റാൻഡ്. നമ്മളങ്ങനെ ഇവിടുന്ന് കുളൂരിലേക്കുള്ള ബസ് കയറിയിട്ടുള്ളത്, ലോക്കൽ ബസ് കയറിയിട്ടുള്ളത്. അവിടുന്ന് മണികരനിലേക്ക് ഡയറക്റ്റ് ബസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കുളൂർ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. സൈഡ് സീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളെ വോൾവോ ബസ് അവിടെ നിന്നാണ് കേട്ടോ കയറിയത്. വന്ന റൂട്ട് തന്നെയാണ്. അടിപൊളി റിവറൊക്കെ ഉണ്ട്, മഞ്ഞുമലയൊക്കെ. സ്നോഫോളെല്ലാം കുറഞ്ഞ്. ഇനിയിപ്പോൾ കാലാവസ്ഥ എപ്പാണ് മഴ എന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ. ഇതൊക്കെ കഴിഞ്ഞ ഫ്ലഡിൽ പറ്റിയതാണ് കേട്ടോ, റോഡുകളെല്ലാം പോയത്. നമ്മളെ വോൾവോ ബസ് സ്റ്റാൻഡൊക്കെ ഇതിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ഫ്ലഡിൽ ആ ബസ് സ്റ്റാൻഡൊക്കെ ഒഴിച്ച് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ വന്നിട്ടുള്ള വോൾവോ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അതിന് പുറത്തുള്ള ടാക്സിക്കാരാണ്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പലത്തേക്ക് വന്നിട്ട് എവിടത്തേക്കാണ് പോകേണ്ടതെല്ലാം വന്നിട്ട് ആളുകളും വരും, ഒരുപാട് ആൾക്കാർ കണ്ടോ.
നമ്മളിപ്പോൾ ഉള്ളത് കുളുവിലെ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. മണികരം ബസ് ഇനിയിപ്പോൾ 1:20 ഉള്ളതെന്നാണ് പറഞ്ഞത്. ബോർഡ് ഇപ്പോൾ ഇനി ഹിന്ദിയിലായിരിക്കുമോ ഇംഗ്ലീഷിലുണ്ടാവും എന്നറിയില്ല. ഇപ്പോൾ വന്നാലും പോയാലും മനസ്സിലാവും എന്നറിയില്ല. ഒരുപാട് ബസ്സുകൾ ഇതാ, ചെറിയ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ട്. ഇതാട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളുവശം. പല സ്ഥലത്തേക്കുള്ള ബസ് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നിർത്തുന്നതോടെ തന്നെ. പക്ഷേ ഇങ്ങനെ ബസ്സിൻ്റെ ബോർഡ് ഉണ്ടാവുക എന്നുള്ളതാണ് സംശയം. ഇതാണ് ബസ്സിൻ്റെ ഉള്ളിൽ. എനിക്ക് തോന്നുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആവുന്ന ബസ്സാണെന്ന് തോന്നുന്നു, ലോക്കൽ ബസ്സില്ലെന്ന് തോന്നുന്നു. കാരണം ചാർജിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം അറിയില്ല. നമ്മളെ മുകളിലോട്ട് ഹൈറ്റായിട്ട് മുകളിൽ സീറ്റും താഴെയായിട്ട് വരുന്ന നമ്മുടെ ബസ് ഉണ്ടല്ലോ, ആ രീതിയിലുള്ള ബസ്സാട്ടോ അത്. മണാലിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററാണ് കുളുവിലേക്ക് ഉള്ളത്. ഏകദേശം 1 മണിക്കൂർ എടുക്കുന്നുണ്ട്. അവിടുന്ന് കുളുവിൽ നിന്ന് വേറെ ബസ് കയറി ബുന്ദർ എന്നുള്ള സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൽ കുറച്ച് സമയം ബസ് നിർത്തിയിടും. അവിടെ നിന്നാണ് കേട്ടോ പിന്നീട് മണിക്കാറിലേക്ക് കസോളിലേക്കുള്ള ബസ് പോകുന്നത്. മണാലിയിൽ നിന്ന് ഡയറക്റ്റ് ബസ് മണിക്കാറിലേക്ക് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ബസ്സിലേക്ക് കയറിയത്. അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ പൈസയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. മണാലിയിൽ നിന്ന് കുളുവിലേക്ക് ബസ്സിന് ചാർജ് വന്നത് എനിക്ക് 190 രൂപയാണ്. പിന്നെ കുളുവിൽ നിന്ന് മണികരനിലേക്ക് 105 രൂപയും എനിക്ക് ടിക്കറ്റ് ചാർജ് വന്നു. അത്ര വരില്ല. ഡയറക്റ്റ് ബസ് ലോക്കൽ ബസ് എടുക്കുകയാണെങ്കിൽ 200 രൂപക്ക് നിങ്ങൾക്ക് മണാലിയിൽ നിന്ന് കസോള് മണികരനിലേക്ക് എത്തിച്ചേരാൻ കഴിയും. കുളുവിൽ നിന്ന് മണികരനിലേക്ക് ഏകദേശം 48 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് മണികരനിൽ എത്തിച്ചേരാനാണ്. പക്ഷേങ്കിൽ ഒരുപാട് ട്രാഫിക് ബ്ലോക്കും ലാൻഡ് സ്ലൈഡും ഒക്കെ ആയിട്ട് ഒരുപാട് ബ്ലോക്കായിട്ടാണ് കേട്ടോ മണികരനിൽ എത്തിച്ചേരുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു 2-3 മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് ഞാൻ മണികരനിൽ എത്തിച്ചേരുന്നത്. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. അവർ രണ്ടാളും മലയാളീസാണ് കേട്ടോ. കോഴിക്കോടുള്ള ആൾക്കാരാണ്. അവരിവിടെ കസോളെത്തി. കസോൾ ടൗൺ ആട്ടത്. ബസ് ഇവിടെയാണ് നിർത്തുക. നമ്മൾ അങ്ങനെ മണികരനിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് മണികരനിലാണ്. മണികരൻ എന്ന് വെച്ചാൽ ഹിന്ദു സിഖ് മതവിശ്വാസികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഒരു ഗുരുദ്വാരയും അതുപോലെ തന്നെ ഒരു ശിവക്ഷേത്രവും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മണികരൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ മണികരൻ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഉള്ളത്. ഇതാണ് മണികരൻ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഗുരുദ്വാര ഈ പുഴയുടെ സൈഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഗുരുദ്വാര എത്തും. ഇനിയിപ്പം ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രീ ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലയാളികൾക്ക് ഇവിടെ ഫ്രീ സ്റ്റേ ഉണ്ട്. എങ്കിൽ മലയാളികൾക്ക് സ്റ്റേ അനുവദീന അല്ല. അത് കാരണം ചില മലയാളികൾ ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെയാണ് അവരെ ഇവിടെ അനുവദിക്കാതിരിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാൻ കിട്ടുമെങ്കിൽ എടുക്കണം മാക്സിമം. വേറെ കുറച്ച് മലയാളീസും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ സ്റ്റേ ചെയ്യാന്നാണ് അവരും പറഞ്ഞത്. ഇവിടെയാണ് ഗുരുദ്വാര വരുന്നത് കേട്ടോ. നമ്മളിതാ കുറച്ച് മലയാളീസ് ഉണ്ട്. അവിടുന്ന് മണാലിയിൽ നിന്ന് കഴിഞ്ഞപ്പെട്ട ജോഗിനീൻ്റെ അവിടെ നിന്ന് കണ്ടിട്ടുള്ള അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ കുറച്ച് ലേറ്റ് ആയിരുന്നു. അവരുടെ അടുത്ത് പോവാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന സ്റ്റേയും കാര്യങ്ങളൊക്കെ. നമ്മളെ ഗുരുദ്വാരയിലേക്കുള്ള ഷൂസെല്ലാം ഇവിടെയാണ് വെക്കുക. നമുക്ക് ഇവിടുന്ന് ടോക്കനും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടും. ലഗേജ് കാര്യങ്ങളെല്ലാം റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഞങ്ങളെല്ലാവരും മലേഷ്യയിൽ എല്ലാവരും ഉള്ള ഷൂ ചാക്കിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവർ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ കുറച്ച് നേരം മുമ്പ് ഫുഡ് കഴിച്ചുകൊണ്ട് കഴിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഡോർമെട്രി ടൈപ്പ്. നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എവിടെന്നെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് സെറ്റാക്കാം. മലയാളീസിന് അലൗഡ് അല്ലായിരുന്നു. ഇവിടെ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. ഇവിടെ മലയാളീസിനെ അലോ ചെയ്തിട്ട് ഇതാട്ടോ ജസ്റ്റ് ഒരു ഹോള് ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡും റൂമും കിട്ടും. മലയാളീസിന് റൂം കൊടുക്കില്ലായിരുന്നു, ഇപ്പം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്.
നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഇതുണ്ടോ ചൂടുവെള്ളം വരുന്ന ഇതാണ് കേട്ടോ. അവിടെ നിന്ന് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. ഞങ്ങൾ കുറച്ച് മലയാളീസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്ന കേട്ടോ. ഏട്ടാ നിങ്ങളെ പേരൊന്നും അറിയോ? വെളിച്ചില്ല, നമുക്ക് റൂമിൽ നിന്ന് കാണിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ഹോട്ട് സ്പ്രിംഗ് ആണ് കേട്ടോ. ചൂടുവെള്ളം മലയുടെ മുകളിൽ നിന്ന് ലാവ ഉണ്ട്, അതിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ചൂടുവെള്ളമാണ് കേട്ടോ. ഇത് ഒരു പൂള് പോലെ കെട്ടിയിട്ട് അവരിന്ന് കുളിക്കും, നമുക്ക് കുളിക്കാൻ പറ്റും. കുറേ മിനറൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുളമാണിത്. ഇവിടെ ഒരു വയ്യുണ്ട്, ഇതാ വയ്യാണ് ഇവിടുന്ന് സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അതായത് നമ്മളെ ഈ വെള്ളം കണ്ടില്ലേ, അതിൻ്റെ ഈ സൈഡ് ഒരു സൈഡ് തണുത്ത വെള്ളം, അപ്പുറത്തെ സൈഡ് മൊത്തം ചൂടുവെള്ളമാണ്. അവിടെ ഒരു പുകയൊക്കെ വരുന്നുണ്ടോ, അവിടെയൊക്കെ ചൂടുവെള്ളം ഒരു സൈഡ്. ഇതാണ് കേട്ടോ അവിടെ നിന്നുള്ള ചൂടുവെള്ളം ഉണ്ടോ, അവിടെ നിന്നുള്ള ചൂടുവെള്ളം പമ്പ് ചെയ്തിട്ട് ഇവിടെ കേട്ടോ കൊണ്ടുവരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നാളെ പകൽ കാണിച്ചു തരാം. ഇരുടായതുകൊണ്ട് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. ഇവിടുത്തെ ഗുരുദ്വാരേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നാളെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ഒരു വീഡിയോ തന്നെ ചെയ്തിടാം. അങ്ങനെ മണികരൻ ഗുരുദ്വാരയിലെത്തി. ഇനി ഇവിടുത്തെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഇനിയിപ്പോൾ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഇനി പ്ലാൻ ചെയ്യണം. പിന്നെ ഇവിടെ മണാലിയിൽ നിന്ന് ഇവിടത്തേക്ക് വരേണ്ട ഒരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടെ തന്നെ ബെല്ലൈക്കണും കൂടി അടിച്ച് പിടിച്ച് സപ്പോർട്ട് ചെയ്യുക.